ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2ാം ക്ലാസ്സിലെ അറബിക്കിൻ്റെ 2022-23 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അറബിക് എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. റെഡിയാണോ? ഒന്നാമത്തേത് ഹയ്യാനുലവ്വിനു എന്നുള്ളതാണ്. മത്സര പരീക്ഷയിൽ വിജയിച്ച കിങ്ങിണി പൂച്ചയ്ക്ക് അച്ഛൻ ഒരു പന്ത് സമ്മാനമായി നൽകി. അവന് വളരെ സന്തോഷമായി പന്തിന് നിറം നൽകി ഭംഗി കൂട്ടാൻ തുടങ്ങി. നമുക്ക് അവനെ സഹായിക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, പന്തിൻ്റെ നിറം കൊടുക്കേണ്ടത് ഏതു നിറമാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ കളേഴ്സ് പഠിച്ചതാണ്. അപ്പോൾ ഓരോ കളേഴ്സും അനുസരിച്ച് നിങ്ങൾ നിറം കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ അഹ്മർ എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ് അല്ലേ, ചുവപ്പ് നിറമാണ്. അബിയദ് എന്ന് പറഞ്ഞാൽ വെള്ള നിറമാണ്. അസ്റക്ക് എന്ന് പറഞ്ഞാൽ ഏത് നിറമാണ്? ബ്ലൂ ആണ്. അസ്വദ് ബ്ലാക്ക് ആണ്. അസ്ഫർ യെല്ലോ. അഹ്ലർ ഗ്രീന്. ഓക്കെ. അപ്പോൾ ഈ കളേഴ്സ് എല്ലാം കൂട്ടുകാർ പഠിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് എന്തെങ്കിലും കളർ കൊടുക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ അവിടെ കൊടുത്തിട്ടുള്ള കളർ എന്ന് നന്നായി വായിച്ചതിന് ശേഷം കളർ കൊടുക്കുക. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹയ്യാനുക്കമ്മിലുൽ ഹിവാർ. താഴെ ഒരു ഹിവാർ എന്ന് പറഞ്ഞാൽ സംഭാഷണം തന്നിട്ടുണ്ട്. അത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കളർ നൽകിയ പന്തുമായി കിങ്ങിണി പൂച്ച ഗ്രൗണ്ടിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അവൻ കുഞ്ഞൻ മുയലിനെ കണ്ടു. അപ്പോൾ ഇവിടെ കുഞ്ഞൻ മുയലും നമ്മുടെ കിങ്ങിണി പൂച്ചയും തമ്മിലുള്ള സംഭാഷണമാണ്. സംഭാഷണത്തിൽ എഴുതേണ്ടത് എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. കൈഫഹാൽ എന്ന് പറഞ്ഞാൽ എന്താ, സുഖമാണോ? സെയിൻ എന്ന് പറഞ്ഞാൽ ഗുഡ്. ഇലായിന, നീ എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ മുയൽ എന്തോ പറയുന്നുണ്ട്, അതിന് കിങ്ങിണി പൂച്ച പറയുന്നു സ്വബാഹന്നൂർ. എന്ന് എപ്പോഴാണ് പറയുന്നത് നമ്മൾ? സ്വബാൽ ഖൈർ എന്നാരെങ്കിലും പറഞ്ഞാലാണല്ലേ. അപ്പോൾ അവിടെ മുയൽ പറഞ്ഞിട്ടുണ്ടാവുക സ്വബാഹൽ ഖൈർ എന്നുള്ളതാണ്. പിന്നെ പൂച്ച പറയുന്നുണ്ട്, കിങ്ങിണി പൂച്ച പറയുന്നുണ്ട് അൽഹംദുലില്ലാ ഡാഷ് അൽഹംദുലില്ലാ. അൽഹംദുലിയുടെ മുന്നേ നമ്മൾ എന്താ പറയുക? സെയിൻ എന്ന് പറയണം അല്ലേ. സെയിൻ അൽഹംദുലില്ലാ. എപ്പോഴാണ് നമ്മൾ സെയിൻ അൽഹംദുലില്ലാ എന്ന് പറയുക? എന്തായിരിക്കും മുയൽ ചോദിച്ചിട്ടുണ്ടാവുക? കൈഫൽ ഹാൽ അല്ലേ. കൈഫൽ ഹാൽ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ സെയിൻ അൽഹംദുലില്ലാ എന്ന് പറയാം. ഇനി അടുത്തത് കിങ്ങിണി പൂച്ച പറയുന്നുണ്ട് ഇലാ മൈതാൻ, ഞാൻ മൈതാനത്തിലേക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പം മുയൽ എന്താ ചോദിച്ചിട്ടുണ്ടാവുക? നീ എങ്ങോട്ടാണെന്നാണല്ലേ. ഇലാ ഐന, നീ എങ്ങോട്ടാണ്? ഇലൽ മൈതാൻ, ഞാൻ മൈതാനത്തിലേക്കാണ്. ഇനി മുയൽ പറയുന്നുണ്ട് ശുക്രൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ? അപ്പോൾ ഇവിടെ കിങ്ങിണി പൂച്ചയും പറഞ്ഞിട്ടുണ്ടാവുക അഫുവൻ എന്ന് തന്നെയാണ്, അഫുവൻ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഹയ്യാൻ ഔദ്ദു. നമുക്ക് ഇത് എണ്ണി നോക്കാം. ഗ്രൗണ്ടിലെത്തിയ കിങ്ങിണി പൂച്ച കണ്ടത് ഫുട്ബോൾ പരിശീലനത്തിന് ഒരുങ്ങി നിൽക്കുന്ന കൂട്ടുകാരെയാണ്. എല്ലാവരും പന്തുമായി നിൽക്കുന്നു. കിങ്ങിണി പൂച്ച പന്തുകൾ എണ്ണി നോക്കി. ഒന്നാമത്തേത് എണ്ണി നോക്കിയപ്പോൾ എത്രയാണ് കിട്ടിയത്? ഹംസ അഷറ എന്ന് പറഞ്ഞാൽ 15. അപ്പോൾ അവിടെ 15 എന്ന് നമ്പറിലും നിങ്ങൾ എഴുതണം. അതുപോലെ ഹംസ അഷറ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബോൾ എണ്ണി നോക്കൂ. എത്ര എണ്ണുണ്ട്? വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഹംസ. അപ്പോൾ അവിടെ ഹംസയാണുള്ളത്. ഹംസ നമ്പറിലും എഴുതണം, വേർഡ്സിലും എഴുതണം. അടുത്തത് നോക്കൂ. അടുത്തത് എണ്ണി നോക്കുമ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് അഹദ അഷറ എന്ന് വേർഡ്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നമ്പറിൽ എഴുതണം. അടുത്തത് എണ്ണി നോക്കൂ. അടുത്തത് എത്ര എണ്ണുമ്പോൾ കിട്ടുന്നത്? യെസ്, സലാസ അഷറ. എത്രയാണ്? സലാസ അഷറ. അപ്പോൾ അവിടെ നിങ്ങൾ സലാസ അഷറ എന്ന് വേർഡ്സിലും നമ്പറിലും എഴുതണം. അടുത്തത് ഹയ്യാനൻലിം. കളി കഴിഞ്ഞ് കിങ്ങിണി പൂച്ചയും കൂട്ടുകാരും പാട്ടുപാടി നൃത്തം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് താഴെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? കിത്തത്തുൻ ജമീല, നംലത്തുൻ ജമീല. പിന്നെ ആരുള്ളത് അവിടെ? ബത്തയാണല്ലോ. അപ്പോൾ അവിടെ ബത്തത്തുൻ ജമീല. അടുത്തതാരാ? ഫറാഷത്തുൻ ജമീല. അടുത്തതാരാ? ദജാജയാണല്ലേ. അപ്പോൾ അവിടെ ദജാജത്തുൻ ജമീലത്തുൻ. വളരെ ഈസിയാണല്ലേ. ആരാണോ അവിടെ ഉള്ളത് ആ കൂട്ടുകാരുടെ പേര് മാത്രം എഴുതിയാൽ മതി. പിന്നെ ജമീല എന്നുകൂടി കൊടുക്കണം. എന്താ ജമീലത്തുൻ എന്ന് പറഞ്ഞാൽ? ഭംഗിയുള്ളതാണല്ലേ. അപ്പോൾ അവിടെ ഭംഗിയുള്ള ആരൊക്കെയുണ്ട്? കിത്തത്തുണ്ട്, നംലത്തുണ്ട്, ബത്തത്തുണ്ട്, ഫറാഷത്തുണ്ട്, ദജാജത്തുണ്ട്. ഇനി ഹയ്യാൻ ഒദ്ദുൽ ബയാൻ. താഴെ ഒരു ബയാൻ എഴുതണം. പരിശീലനം കഴിഞ്ഞ് കിങ്ങിണി പൂച്ച കൂട്ടുകാരൻ കുഞ്ഞനോടൊപ്പം വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ ആരൊക്കെയുണ്ട്? കുഞ്ഞനണ്ണൻ ചോദിച്ചു. കിങ്ങിണി പൂച്ച വീട്ടുകാരെ പരിചയപ്പെടുത്തി. ഫീ ബൈത്തി അബുൻ. വീട്ടിലാരുണ്ട്? അബുനുണ്ട്. ഫീ ബൈത്തി പിന്നെ ആരുണ്ടാവും? ഉമ്മയുണ്ട്. ഫീ ബൈത്തി ഉഹ്തുൻ, സഹോദരിയുണ്ട്. പിന്നെയോ ഫീ ബൈത്തി അഹുൻ, എൻ്റെ വീട്ടിൽ സഹോദരനുണ്ട്. ഫീ ബൈത്തി ജദ്ദുൻ പറഞ്ഞാൽ ഗ്രാൻഡ് പ, വല്ലിപ്പയുണ്ടല്ലേ.
ഇത്രയും ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ പേരെന്ന് പറഞ്ഞാൽ ഉമ്മുൻ, അബുൻ, ഉഖ്തുൻ, ജദ്ദുൻ, ജദ്ദത്തുൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് കൂട്ടുകാരെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ സിമ്പിളാണ്. എല്ലാ കൂട്ടുകാരും ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കണം കേട്ടോ. താങ്ക്